സോ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മേജർലി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർഗനൈസ്ഡ് മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മാർക്കറ്റ്. എന്താണ് ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഓർഗനൈസ്ഡ് ആയിരിക്കും, അതായത് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫങ്ഷനിങ് ഉണ്ടായിരിക്കും, അതിനൊരു കൺട്രോളിങ് അതോറിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് ഓർഗനൈസ്ഡ് അല്ല, അതായത് അവരെ കൺട്രോൾ ചെയ്യാൻ പ്രത്യേകിച്ചൊരു അപ്പെക്സ് ബോഡിയൊന്നുമില്ല. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ലോൺ കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഡെപ്പോസിറ്റ് ചെയ്യാം. അതിന് എക്സാമ്പിൾസാണ് മണി ലെൻഡേഴ്സ്, ഇൻഡിജിനസ് ബാങ്കേഴ്സ് എക്സെട്ര. ഇപ്പോൾ നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടാവും, ഈ ഫൈനാൻസിൽ പണയ സ്ഥാപനങ്ങളൊക്കെ. അവരൊക്കെ എന്താ ചെയ്യണത്? അവർക്ക് ഏകദേശം അവരുടെ ഇതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ആയിരിക്കും അവർ ചാർജ് ചെയ്യുക. അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ അങ്ങനെ ഒരു അതോറിറ്റി ഒന്നുമില്ല. എന്നാൽ ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓരോ ഓർഗനൈസ്ഡ് മാർക്കറ്റിൽ വരുന്ന വിങ്ങിനെയും, അതായത് ഓരോ പാർട്ടീസിനെയും കൺട്രോൾ ചെയ്യാൻ അതാത് എന്തുണ്ട്, ഓർഗനൈസിങ് ബോഡി ഉണ്ടായിരിക്കും. സോ ഓർഗനൈസ്ഡ് മാർക്കറ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. സോ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ലോങ് ടേം ലോൺ മാർക്കറ്റ് എക്സെട്ര. സോ അതിൽ മേജറായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വരുന്ന രണ്ടെണ്ണമാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഓക്കെ. ഇനി ലോങ് ടേം ലോൺ മാർക്കറ്റിൽ വരുന്നതോ ടേം ലോൺ മാർക്കറ്റ്, മാർക്കറ്റ് ഫോർ മോർട്ട്ഗേജസ്, മാർക്കറ്റ് ഫോർ ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ്. സോ ഇതൊക്കെ നമ്മൾ എന്താണെന്നുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് കോൾ മണി മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, ഷോർട്ട് ടേം ലോൺ മാർക്കറ്റ് എക്സെട്ര. സോ ഇതിനൊക്കെ ഓരോ മാർക്കറ്റിനും, ഈ മണി മാർക്കറ്റിൽ വരുന്ന ഓരോ മാർക്കറ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ടൈം ക്യാപ്പിലും ഡ്യൂറേഷനിലും അതേപോലെ അവരുടെ ഫങ്ഷനിങ്ങിനും എല്ലാം വ്യത്യാസമുണ്ട്. സോ മണി മാർക്കറ്റും നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ. സോ ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ട് ജനറലായിട്ട് പറയാനുള്ളത്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്ന ഓരോ മാർക്കറ്റുകൾ, മണി മാർക്കറ്റ് എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, ഫിനാൻഷ്യൽ മോർട്ട്ഗേജസ് മാർക്കറ്റ് എന്താണ്, ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ് എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണ്, കമ്മോഡിറ്റി മാർക്കറ്റ് എന്താണ്, ഡെറ്റ് മാർക്കറ്റ് എന്താണ്, ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് അതിന് ഓരോന്നോരോന്നായിട്ട് ഡീപ്പായിട്ട് പറയുന്നില്ല. ഡീപ്പായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് പഠിക്കുന്നുണ്ട്. അതല്ലാതെ അതിൻ്റെ ചെറിയ മോഡലുള്ളൊരു എക്സ്പ്ലനേഷൻ ഇവിടെ പറയാം. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ, മണി മാർക്കറ്റ്. Money market, we know that it is for short-term funds, or the investors who intend to invest for not longer than a year enter into a transaction. ഒരു വർഷത്തിൽ കൂടുതലല്ലാത്ത പീരീഡിലേക്ക്, അതായത് ഒരു വർഷത്തിന് കുറവ് പീരീഡ് ഉള്ള സമയത്ത് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്ന ഡീലേഴ്സുള്ള, അതായത് പാർട്ടീസുള്ള മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. So this market deals with monetary assets such as call money, treasury bills, commercial paper and certificate of deposit. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. കോൾ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആണ്. അതായത് കുറച്ച് പീരീഡിലേക്ക്, ചിലപ്പോൾ ഒരു ദിവസത്തേക്കായിരിക്കാം, 24 ഹവേഴ്സിൻ്റെ ഉള്ളിലേക്കായിരിക്കാം ഉണ്ടാവുക. അങ്ങനെ മണി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോൾ മണി. അത് സാധാരണയായിട്ട് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് ഈ കോൾ മണി മാർക്കറ്റിൽ എൻറ്റർ ചെയ്യുക. അതായത് നമുക്കറിയാം, ഈ ബാങ്കിന് എസെൻഷ്യലി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു റേറ്റ് ഉണ്ട്, റിസർവ് റേറ്റ് ഉണ്ട്. എന്താണത്? CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ. ഈ ക്യാഷ് റിസർവ് റേഷ്യോ ബാങ്കുകൾ മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പെനാൽറ്റി ഉണ്ടായിരിക്കും. സോ ഈ ക്യാഷ് റിസർവ് റേഷ്യോ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ കാലയളവിലേക്ക് അവർക്ക് എന്ത് ചെയ്യാം, ഈ കോൾ മണി എന്ന് പറയുന്ന ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാം. അതായത് ബാങ്കുകൾക്ക് അവരുടെ CRR റേറ്റ് എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് കുറവാണെന്നുണ്ടെങ്കിലും എമൗണ്ട് വളരെ ബൾക്കായിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ എമൗണ്ട് അവർക്ക് പെട്ടെന്ന് അവരുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, അവർക്ക് കോൾ മണി വാങ്ങിക്കാം. പക്ഷേ ഈ കോൾ മണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ പറയുന്നതാണ് കോൾ റേറ്റ്. ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഫിനാൻസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. അതായത് റീപേയബിൾ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഈ കോൾ മണി നമുക്ക് തരുന്ന ആരാണോ അവരെപ്പോഴാണോ ഇത് ഡിമാൻഡ് ചെയ്യണത് അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് കോൾ മണിയുടെ പ്രത്യേകത. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ ട്രഷറി ബിൽ എന്ന് പറയുന്നത് അത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്
ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന്, അതായത് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് ദീസ് ആർ വെരി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. കൊമേഴ്ഷ്യൽ പേപ്പറും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ഇപ്പോൾ ബാങ്കുകൾക്കൊക്കെ ഇപ്പോൾ ഒരു വലിയ എമൗണ്ട്, ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസിന് വലിയൊരു ഫണ്ട് അവർ വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലോണായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും അവർ വലിയൊരു ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫണ്ടിന് അവർക്ക് എന്തുണ്ടാകും? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കും. ദേ വിൽ ഹാവ് ടു ഇൻകർ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. എന്താണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലോട്ടിംഗ് ഓഫ് എൻ ഇഷ്യൂ. ഒരു ഇഷ്യൂ നടത്തുന്ന സമയത്ത്, ഷെയർസിൻ്റെയോ ഡിബഞ്ചേഴ്സിൻ്റെയോ ഇഷ്യൂ നടത്തുന്ന സമയത്ത് അവർക്ക് വരുന്ന കോസ്റ്റിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ബ്രോക്കറേജ്, കമ്മീഷൻ എക്സെട്ര. അതായത് അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, പ്രിൻറ്റിംഗ് ഓഫ് ആപ്ലിക്കേഷൻ എക്സെട്ര, അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ബിസിനസ് അല്ല, വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ബിസിനസ് ആകുമ്പോൾ, അതായത് അവരുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ട ഫ്ലോട്ടേഷൻ കോസ്റ്റിന് ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. സോ ഈ എമൗണ്ടിനെ പെട്ടെന്ന് നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൊമേഴ്ഷ്യൽ പേപ്പറിനെ നമ്മൾ വേറൊരു പേരിൽ പറയും ബ്രിഡ്ജ് ഫിനാൻസിങ്. ബ്രിഡ്ജ് ഫിനാൻസിങ്. ഓക്കെ. സോ ഇതും ആ മണി മാർക്കറ്റ് എടുക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിൽ ചാപ്റ്റർ എടുക്കുന്ന ആൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും ഇതേപോലെയുള്ളൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അൺസെക്യൂർഡ് ആയിട്ടുള്ള, നെഗോഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ ടൈറ്റ് ലിക്വിഡിറ്റി ഉണ്ടാവുന്ന സമയത്ത്, അതായത് ലിക്വിഡിറ്റി നമുക്ക് അവൈലബിൾ അല്ല, ലാക്ക് ഓഫ് ലിക്വിഡിറ്റി ഉണ്ടാവുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മളെന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ദ മെച്യൂരിറ്റി പീരീഡ് വിൽ നോട്ട് എക്സീഡ് എ ഇയർ. ഒരു ഇയറിനേക്കാളും കൂടില്ല, അതിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെയൊക്കെ മെച്യൂരിറ്റി പീരീഡ് വരിക. ഓക്കെ. സിൻസ് ദിസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് എ ലോ മെച്യൂരിറ്റി പീരീഡ്, ദേ ക്യാരി എ ലോവർ റിസ്ക് and a reasonable rate of return for the investors, generally in the form of interest. റേറ്റ് ഓഫ് റിസ്ക് വളരെ കുറവാണ്. അതുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്കറിയാം റിസ്ക് കുറയുന്നതിനനുസരിച്ച് റിട്ടേണും കുറയും, റിസ്ക് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേണും കൂടും. പക്ഷേ ഇവിടെ നമുക്ക് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ്റിനായാലും ബാങ്കിനായാലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായാലും അതല്ല വലിയ വലിയ ബിഗ് കോർപ്പറേഷൻസിനാണെന്നുണ്ടെങ്കിലും അവർക്ക് വരുന്ന ഫിനാൻഷ്യൽ നീഡ്സിനെ എമർജൻസി ആയിട്ട് മീറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. Capital market refers to the market where instruments with medium and long-term maturity are traded. മീഡിയം ടേം, ലോങ് ടേം മെച്യൂരിറ്റിയുള്ള ലോണുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. So capital markets are the centers or the arrangements that provide facilities for buying and selling of financial claims and services. ലോങ് ടേം പീരീഡ് സെക്യൂരിറ്റീസ് ആർ എക്സ്ചേഞ്ച്ഡ് ത്രൂ ദിസ് മാർക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1 ഇയറിന് താഴെയുള്ള പീരീഡിൽ വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഡീൽ ചെയ്യുന്നത് മണി മാർക്കറ്റ് ആണെങ്കിൽ 1 ഇയറിന് മുകളിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഡീൽ ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. സോ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്രഷ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മോർട്ട്ഗേജസ് മാർക്കറ്റ്. ഫിനാൻഷ്യൽ മോർട്ട്ഗേജസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് ത്രൂ വിച്ച് മോർട്ട്ഗേജ് ലോൺസ് ആർ ഗ്രാൻറ്റഡ് ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. അതായത് ഇൻഡിവിജ്വൽസിന്, നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് ലോണുകൾ എന്തിൻ്റെ ബേസിലാണ്? മോർട്ട്ഗേജിൻ്റെ ബേസിൽ. എന്താണ് ഈ മോർട്ട്ഗേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മോർട്ട്ഗേജസ് ആർ ഗ്രാൻറ്റഡ് എഗെയിൻസ്റ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൈക്ക് റിയൽ എസ്റ്റേറ്റ്. അതായത് ഇപ്പോൾ ബിൽഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ്, ലാൻഡ്, അതിൻ്റെയൊക്കെ ബേസിൽ, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ ബേസിൽ അത് ഒരു അണ്ടർലൈങ് അസറ്റായി വെച്ചുകൊണ്ട് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ മോർട്ട്ഗേജസ് മാർക്കറ്റ് എന്ന് പറയുന്നത്.
So mortgage is the transfer of an interest in the specific immovable property for the purpose of securing loan. അതായത് നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, നമ്മൾ ഗോൾഡ് പണയം വെച്ച് നമുക്ക് എമൗണ്ട് കിട്ടും. പക്ഷേ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിനെ നമുക്ക് നേരിട്ട് പണയം വെക്കാൻ എന്താ ചെയ്യുക, അതിൻ്റെ പേപ്പേഴ്സൊക്കെ നമ്മൾ അതാത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യും. സോ ഇൻഡിവിജ്വൽസിന് നീഡ് ഓഫ് മണി ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ മോർട്ട്ഗേജസ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു. അത് എന്തിൻ്റെ ബേസിലായിരിക്കും അവിടെ നമ്മൾ ലോൺ എടുക്കുന്നത്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബേസ് ആക്കി വെച്ചുകൊണ്ടാണ് ലോൺ എടുക്കുന്നത്. സോ ഹിയർ ട്രാൻസ്ഫറർ ഈസ് നോൺ ആസ് മോർട്ട്ഗേജർ ആൻഡ് ട്രാൻസ്ഫറി എന്ന് പറയുന്നത് മോർട്ട്ഗേജി. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ മോർട്ട്ഗേജറാണ്. ട്രാൻസ്ഫർ ചെയ്യുന്ന ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരെയാണ് മോർട്ട്ഗേജി എന്ന് പറയുന്നത്. ഇഫ് ദ മോർട്ട്ഗേജ്ഡ് അസറ്റ് ഈസ് ഫർദർ മോർട്ട്ഗേജ്ഡ് ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് ചാർജ്. എന്താണ് സെക്കൻഡ് ചാർജ്? ഇതും നിങ്ങൾ ബാങ്കിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ചാർജ് എന്ന് പറയുന്നത് മോർട്ട്ഗേജ്ഡ്, ഓൾറെഡി മോർട്ട്ഗേജ് ചെയ്യപ്പെട്ട അസറ്റ് വീണ്ടും മോർട്ട്ഗേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സെക്കൻഡ് ചാർജ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആവും. നമ്മളുടെ ബാങ്കുകളൊക്കെ സാധാരണ എന്താ ചെയ്യുന്നത്, ബാങ്കുകൾ ഓരോ സെക്യൂരിറ്റീസിൻ്റെ ബേസിൽ എന്തുണ്ടാകുന്നു, ലോൺ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ലോങ് ടേം പീരീഡിലേക്ക് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിൻ്റെയൊക്കെ സെക്യൂരിറ്റി നമ്മളുടെ ബാങ്കിൽ സേഫ് ആയിരിക്കും. സോ ബാങ്കിന് എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നീഡ് വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം, ഓൾറെഡി അവർക്ക് മോർട്ട്ഗേജ് ചെയ്യപ്പെട്ട സാധനം, അതായത് ആ ഒരു അസറ്റ്, ഇവിടെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റിനെ അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം, അതിനെ ഫർദർ മോർട്ട്ഗേജ് ചെയ്യാം. ഓക്കെ, ഫർദർ മോർട്ട്ഗേജ് ചെയ്യുമ്പോൾ അതിനെയാണ് സെക്കൻഡ് ചാർജ് എന്ന് പറയുന്നത്. സോ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മോർട്ട്ഗേജ് ചെയ്യുന്നതിലൂടെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഫോറിൻ യു എസിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് 2010 സമയത്ത്. അതിൻ്റെ ബേസിലാണ് വലിയൊരു ഒരു പ്രശ്നം, അതായത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിനായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ മോർട്ട്ഗേജ് ചെയ്യുക, ബാങ്കുകൾ മോർട്ട്ഗേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ, റീമോർട്ട്ഗേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓൾറെഡി മോർട്ട്ഗേജ് ചെയ്യപ്പെട്ട അസറ്റിനെ വീണ്ടും മോർട്ട്ഗേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെക്കൻഡ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഫിനാൻഷ്യൽ മോർട്ട്ഗേജസ് മാർക്കറ്റിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പാർട്ടീസ് എന്ന് പറയുന്നത് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്, ഇവരൊക്കെയാണ് സാധാരണ മോർട്ട്ഗേജ് വെച്ചുകൊണ്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ് ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് മാർക്കറ്റ്. അതായത് ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബൈ എ തേർഡ് പാർട്ടി ടു ബാക്ക് ദ ഡെറ്റ് ഓഫ് എ സെക്കൻഡ് പാർട്ടി ഫോർ ഇറ്റ്സ് പേയ്മെൻറ്റ്സ് ടു ദ അൾട്ടിമേറ്റ് ഡെറ്റ് ഹോൾഡർ. അതായത് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി, അതായത് ഗ്യാരണ്ടിയർ, നമ്മൾ രണ്ട് പാർട്ടിക്ക് ഇടയിൽ നിൽക്കുന്ന ഒരാളെയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. സോ ഈ ഗ്യാരണ്ടിയർ എന്ത് ചെയ്യുന്നു, ടു ഗെറ്റ് ബാക്ക് ദ ഡെറ്റ് ഓഫ് എ സെക്കൻഡ് പാർട്ടി, ഒരു ക്രെഡിറ്ററുടെ ഡെറ്റ്, ക്രെഡിറ്റർക്ക് കിട്ടേണ്ട ഡെറ്റ് ഡെറ്ററുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന ആളെയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. സോ ഗ്യാരണ്ടി നിൽക്കുക, നമ്മൾ നോർമൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് പാർട്ടീസ് ഉണ്ടെങ്കിൽ, എ ബി എന്ന് പറയുന്ന രണ്ട് പാർട്ടീസ് ഉണ്ടെങ്കിൽ എ ബിക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീൻ്റെ അടുത്ത് നിന്ന് എക്ക് അത് തിരിച്ച് കിട്ടണം. സോ തിരിച്ച് കിട്ടുമ്പോൾ അതിനൊരു ഗ്യാരണ്ടി ഒരാൾ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സോ some examples include a large corporation borrowing a significant amount of money from the market backed by a guarantee from a large insurance company. സോ ഇൻഷുറൻസ് കമ്പനീനെയൊക്കെ അത് ഗ്യാരണ്ടിയർ ആയിട്ട് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ പിന്നെ മണി എന്ത് ചെയ്യുന്നു, ബോറോ ചെയ്യുന്നു. സോ ഇവിടെ ഗ്യാരണ്ടിയർ ആയിട്ട് ലാർജ് ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വരികയാണെന്നുണ്ടെങ്കിലും അത് ഗ്യാരണ്ടിയർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ഗ്യാരണ്ടിയർ എന്താണ്, ഗ്യാരണ്ടിയർക്ക് അതിന് നമ്മൾ പകരം കൊടുക്കുന്നത് എന്താണ്, ഗ്യാരണ്ടിയർ ചാർജസ് എ ഫീ ഫോർ ദി സർവീസ്. ഓക്കെ, fee for the service. Guarantee act as a security from the creditor's point of view. ക്രെഡിറ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്ററെ സംബന്ധിച്ച് അയാൾ കടത്തിന് കൊടുക്കുകയാണ്, കടത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കത് തിരിച്ച് കിട്ടണം. സോ തിരിച്ച് കിട്ടുന്നതിന് ഒരാൾ ഉറപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് എന്താണ്, ഗ്യാരണ്ടി ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ഗ്യാരണ്ടിയാണുള്ളത്, പെർഫോമൻസ് ഗ്യാരണ്ടിയും ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയും.
പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് സാധാരണയായിട്ട് ബാങ്കുകൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. അതായത് ബാങ്ക്സ് ഗവൺമെൻറ്റിന് ആർക്ക് പകരമായിട്ട് കോൺട്രാക്ടേഴ്സിന് പകരമായിട്ട്. അപ്പോൾ ഇവിടെ ഗ്യാരണ്ടിയർ ആയിട്ട് നിൽക്കുന്നത് ബാങ്കാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിന് കോൺട്രാക്ടേഴ്സ് ഇപ്പോൾ വലിയ എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക പാലം അല്ലെങ്കിൽ ബ്രിഡ്ജ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ ബിൽഡിങ് അല്ലെങ്കിൽ റോഡ് അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളൊക്കെ ഏർപ്പെട്ടിട്ടുള്ള കോൺട്രാക്ടേഴ്സിന് അവരത് സമയത്ത് ഫുൾഫിൽ ചെയ്യും, അവരുടെ വർക്ക് പെർഫോം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു അഷ്വറൻസ് ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ബാങ്ക് അങ്ങനെ ഒരു അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ബാങ്ക് എന്ത് വാങ്ങിയിട്ടുണ്ടായിരിക്കും? ഒരു കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഈ കോൺട്രാക്ടേഴ്സ് വല്ല ഡിഫോൾട്ട് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് പിന്നെന്താണ് ലയബിളാണ് ഗവൺമെൻറ്റിന് ഇത് റിട്ടേൺ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഗ്യാരണ്ടീനെയാണ് പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി ഫൈനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കോൺട്രാക്ട്സുകൾ മാത്രം. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പെർഫോമൻസ് ഗ്യാരണ്ടിയിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയിൽ നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ്, അതായത് ഇപ്പോൾ ക്യാഷ് കടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് റിട്ടേൺ ബാക്ക് കിട്ടും എന്നുള്ള ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, so this is financial guarantee market. Then മെയിൻ സോഴ്സ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമുക്ക് സോഴ്സ് എവിടെ നിന്നൊക്കെയാണ് ഗ്യാരണ്ടി? പേഴ്സണൽ ഗ്യാരണ്ടി ഉണ്ട്, ഗവൺമെൻറ് ഗ്യാരണ്ടി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി ഉണ്ട്. അനദർ ക്ലാസിഫിക്കേഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ബേസിക്കലി 2 തരത്തിലുള്ള ഗ്യാരണ്ടി ഉണ്ട്, പെർഫോമൻസ് ഗ്യാരണ്ടി, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി. അത് നോർമൽ കേസിൽ. ഇനി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗ്യാരണ്ടികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പേഴ്സണൽ ഗ്യാരണ്ടി, ഗവൺമെൻറ് ഗ്യാരണ്ടി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. എന്താണ് പേഴ്സണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്? ഗിവൺ ബൈ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ലോൺ ഫ്രം കോപ്പറേറ്റീവ് ബാങ്ക്സ്. സാധാരണ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നോ അല്ലെങ്കിൽ ചിട്ടി ഫണ്ടുകൾക്കൊക്കെ ഷുവറിറ്റി ആയിട്ട് നിൽക്കേ ഒരു ഇൻഡിവിജ്വൽ ഗ്യാരണ്ടി നിൽക്കുന്നതിനെയാണ് പേഴ്സണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗവൺമെൻറ് ഗ്യാരണ്ടി. Here, government stands as guarantor for public sector companies to obtain finance from financial institutions. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പബ്ലിക് സെക്ടർ കമ്പനി എന്ന് പറയുമ്പോൾ FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക്, അല്ലെങ്കിൽ റെയിൽവേ, അങ്ങനെയുള്ള പബ്ലിക് സെക്ടർ കമ്പനീസിനൊക്കെ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഫിനാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടിയർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗവൺമെൻറ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. ഹിയർ ദ ഗ്യാരണ്ടി പ്രൊവൈഡഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ ഗവൺമെൻറ് അല്ല, പേഴ്സണൽ അല്ല, പിന്നെ ആരാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് LIC ആവാം, സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് DIC GC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം ഈ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത്. സോ CGC എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, DICGC എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, DICGC. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഒരു ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ 3 തരത്തിലുള്ള സോഴ്സ് ആണുള്ളത് ഗ്യാരണ്ടിക്ക്: പേഴ്സണൽ ഗ്യാരണ്ടി, ഗവൺമെൻറ് ഗ്യാരണ്ടി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. നെക്സ്റ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഹോം കറൻസീസ് ഇൻ ടു ഫോറിൻ കറൻസീസ് ആൻഡ് വൈസ് വേഴ്സ. നമ്മളുടെ നാട്ടിലുള്ള കറൻസിയെ ഫോറിൻ കറൻസിയായിട്ട് കൺവേർട്ട് ചെയ്യും, അതേപോലെ തന്നെ ഫോറിൻ കറൻസിയെ നമ്മുടെ നാട്ടിലുള്ള കറൻസിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് സാധാരണഗതിയിൽ എപ്പോഴാണ് വരിക? ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് നടത്തുന്ന സമയത്ത്. ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വേണ്ടി വരും. അതുപോലെ നമ്മൾ ഫോറിൻ കൺട്രീസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, റോ മെറ്റീരിയൽസ് എന്തെങ്കിലും നമ്മളുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? ഫോറിൻ എക്സ്ചേഞ്ച് വേണ്ടി വരും. സോ ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? The foreign exchange market is a market in which the foreign exchange transactions take place. Okay, so it is a place where the foreign monies are bought and sold. ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റ്
സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആക്റ്റുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ആക്റ്റുകളുണ്ട്, ഫെറ ആൻഡ് ഫെമ. ഫെറ മീൻസ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. അത് ആദ്യമായിട്ട് വന്നത് 1947 പിന്നീട് അത് 1973 അമെൻഡ് ചെയ്തു. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് നിലവിൽ വന്നു. അത് ലിബറലൈസേഷൻ വന്നതിന് ശേഷം അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചേഞ്ചസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് വന്നു. അത് ഇൻ ദ ഇയർ 1999. ഓക്കെ. സോ ഈ ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന ഡീലേഴ്സ് ആരൊക്കെയാണ് ഇതിൽ വരുന്ന പാർട്ടീസ്? ബാങ്ക്സിന് പറയുന്ന പേരാണ് എക്സ്ചേഞ്ച് ബാങ്ക്. അതായത് ബാങ്ക്സാണ് മെയിൻ ആയിട്ടുള്ള പാർട്ടി വരുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമ്പോർട്ടർക്ക് ഒരു ബാങ്ക് ഉണ്ടായിരിക്കും, എക്സ്പോർട്ടർക്ക് ഒരു ബാങ്ക് ഉണ്ടായിരിക്കും. ഈ ബാങ്കുകൾ തമ്മിലാണ് നടത്തുന്നത്, ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ദെൻ ബ്രോക്കേഴ്സ്, ദർ മേ ബി ബ്രോക്കേഴ്സ്. ആക്സെപ്റ്റൻസ് ഹൗസസ് എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റൻസ് വാങ്ങിക്കുന്ന ആൾക്കാർ, അത് നമ്മൾ മണി മാർക്കറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്. ആക്സെപ്റ്റൻസ് വാങ്ങിക്കുന്ന, നമ്മളുടെ ഡ്രാഫ്റ്റുകൾ വാങ്ങിക്കുന്ന, നമ്മൾ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മളുടെ സമ്മതപത്രം, ആക്സെപ്റ്റൻസ് വാങ്ങിക്കുന്ന ഹൗസ്. ദെൻ സെൻട്രൽ ബാങ്ക്, ട്രഷറി. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ ട്രഷറി. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ടീസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഓക്കെ. The next one, commodity market. Next important ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് commodity market. Commodity market is a place for the investors to trade in commodities like precious metals, crude oil, natural gas, energy and spices among others. അതായത് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള മാർക്കറ്റാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റൈസ്, അതുപോലെ വീറ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആസ് ആൻ ഇൻവെസ്റ്റർ, ആസ് എ ബിസിനസ് മാൻ, നമുക്ക് എന്ത് ചെയ്യാം, അത് മാർക്കറ്റ് ചെയ്യാൻ കമ്മോഡിറ്റി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം. സോ ഈ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് സ്പോട്ട് മാർക്കറ്റ്, അതായത് ഫിസിക്കൽ ഓർ സ്പോട്ട് ട്രേഡിംഗ് ഉണ്ട്. അതുപോലെ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഉണ്ട്. ഓക്കെ. സോ എന്താണ് ഈ സ്പോട്ട് ട്രേഡിങ്ങും ഡെറിവേറ്റീവ് ട്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം? സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഡെലിവറി. അതായത് ഇപ്പോൾ ഒരാൾ കുറച്ച് റൈസ് ആണെങ്കിൽ റൈസ് പ്രൊഡ്യൂസ് ചെയ്തു, ആ റൈസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റൈസ് അല്ല വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ അത് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ നേരിട്ട് ഒരു കസ്റ്റമറിന്, അതായത് ഇത് ആവശ്യമുള്ള മാനുഫാക്ചേഴ്സിന് നമ്മൾ എന്ത് ചെയ്തു, അത് ഹാൻഡ് ഓവർ ചെയ്തു. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ക്യാഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങിച്ചു. സോ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെയാണ് സ്പോട്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ സ്പോട്ടിൽ തന്നെ എന്ത് നടത്തുന്നു, ആ ട്രാൻസാക്ഷൻ കഴിയുന്നു, വാങ്ങലും വിൽക്കലും അവിടെ തന്നെ കംപ്ലീറ്റ് ആവുന്നു. എന്നാൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഡെറിവേറ്റീവ്സിന് പ്രധാനപ്പെട്ട 4 തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ആണുള്ളത്. ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്പ്. ഈ ഡെറിവേറ്റീവ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നേരിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് പകരം മുൻകൂട്ടി നമ്മൾ ഫ്യൂച്ചർ ഡേറ്റിലേക്ക് ഒരു പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ നേരത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫാർമർ അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് നേരിട്ട് മാർക്കറ്റിൽ വന്ന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പോട്ട് മാർക്കറ്റ് ആകുന്നു. അതേസമയം ഒരു ഫാർമർ അയാൾ പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ, അതായത് അയാൾ കൾട്ടിവേഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്തു, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഇത്ര രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. സോ ഈ കോൺട്രാക്റ്റ് വാങ്ങിക്കാൻ വേറെ പാർട്ടീസ് ഉണ്ടായിരിക്കും. വേറെ പാർട്ടീസ് എന്ന് പറയുന്നത് റിസ്ക് എടുക്കാൻ വില്ലിങ് ആയിട്ടുള്ള പാർട്ടീസാണ് സാധാരണഗതിയിൽ ഈ കോൺട്രാക്റ്റുകൾ ഏർപ്പെടുക. സോ ഇവിടെ എന്താണ് ഈ ഫാർമറിനുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് ആ ഒരു പ്രോഡക്റ്റ്, ഇയാളുടെ പ്രോഡക്റ്റ് കൾട്ടിവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ അതിൻ്റെ വില കുറഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സ്പോട്ട് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അയാൾ വിചാരിച്ച രീതിയിലുള്ള വില അയാൾക്ക് കിട്ടില്ല. പക്ഷേ മുൻകൂട്ടി അയാളൊരു വില ഫിക്സ് ചെയ്ത്, ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിങ് കഴിയുക, എന്നിട്ടാണ് ഞാൻ പ്രോഡക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുക, പക്ഷേ പ്രൈസ് ഞാൻ ഇന്ന് തന്നെ ഫിക്സ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ആ കോൺട്രാക്റ്റ് അയാൾ ഉണ്ടാക്കുന്നത്. അതാണ് ഫ്യൂച്ചർ. ഞാനിപ്പോൾ ഫ്യൂച്ചറിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ഈ ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ ആൻഡ് സ്വാപ്പ് എല്ലാം ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഡെറിവേറ്റീവ്സ് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ ഒരു സബ്ജക്റ്റായിട്ട് തന്നെ നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിനൊരു ഹിൻറ്റ് ഞാൻ തരികയാണ്.
സോ ഈ എക്സാമ്പിളിൽ നമ്മൾ ഈ ഫാർമറിന് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? ഇൻ കേസ് മാർക്കറ്റിൽ അതിൻ്റെ വില കുറയുകയാണെന്നുണ്ടെങ്കിലും അയാൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വില അയാൾക്ക് കിട്ടുന്നു. അതേസമയം അത് മറ്റാളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നഷ്ടമാണ്. പക്ഷേ അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മാനുഫാക്ചറാണ് ഇത് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. വീറ്റ്, അതായത് ഇപ്പോൾ ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്ന കമ്പനിയിലേക്കാണ് ഈ വീറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ അവർക്ക് എന്തായാലും റോ മെറ്റീരിയൽസ് ആയിട്ട് എന്ത് വേണം? വീറ്റ് വേണം. സോ അവർ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ പ്രൈസിന് അവർക്ക് ഇത് വാങ്ങിക്കാം. ഇൻ കേസ് മാർക്കറ്റിൽ നല്ല വിലയായി എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ വീറ്റ് 100 രൂപയ്ക്കാണ് ഈ ഫാർമർ വിൽക്കാൻ വേണ്ടി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളത്. സപ്പോസ് മാർക്കറ്റിലുള്ള വില ഒരു 150 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങിക്കാൻ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്ന ആൾക്ക് 150 രൂപ കൊടുക്കണമായിരുന്നു മാർക്കറ്റിൽ നിന്ന് അത് വാങ്ങിക്കണമെങ്കിൽ. പക്ഷേ ഇയാൾ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് കൊണ്ട് ഫാർമറിൻ്റെ കയ്യിൽ നിന്ന് അയാൾക്ക് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാം? 100 രൂപയ്ക്ക് വാങ്ങിക്കാം. അതേസമയം ഫാർമറിനെ സംബന്ധിച്ച് അയാൾക്ക് നഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. മനസ്സിലായോ? നഷ്ടം എങ്ങനെയാണ്? അയാൾ ഇപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അയാൾ സ്പോട്ട് പ്രൈസിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 150 രൂപ അയാൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഈ ഫാർമറിനെ സംബന്ധിച്ച് അയാൾ റിസ്ക് എടുക്കാൻ റെഡിയല്ല. അയാൾക്ക് എക്സസ് പ്രോഫിറ്റ് വേണ്ട. അയാൾക്ക് എന്തുണ്ടാവാതിരുന്നാൽ മതി? ലോസ് ഉണ്ടാവാതിരുന്നാൽ മതി. അപ്പോൾ ഈ ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഈ ഡെറിവേറ്റീവ്സിലെ ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ ആൻഡ് സ്വാപ്പ് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് മാർക്കറ്റും സ്പോട്ട് മാർക്കറ്റും കൂടെ കൂടിയിട്ടുള്ള മാർക്കറ്റാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഡെറ്റ് മാർക്കറ്റ്. ഹിയർ ദ ഡെറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഡെറ്റ് മാർക്കറ്റ്. എന്താണ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഡിബഞ്ചേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. സോ അതുകൊണ്ടാണ് ഈ ഡെറ്റ് മാർക്കറ്റിനെ നമ്മൾ ഫിക്സഡ് ഇൻകം മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ദ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ദി അസറ്റ്സ് ദാറ്റ് റിക്വയർ എ ഫിക്സഡ് പേയ്മെൻറ്റ് ടു ദ ഹോൾഡർ, യൂഷ്വലി വിത്ത് ഇൻട്രസ്റ്റ്. ഓക്കെ, മെയിൻ ടൈപ്സ് ഓഫ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഗിൽറ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്രഷറി ബില്ല് പോലെ തന്നെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ ഗിൽറ്റ് എഡ്ജ്ഡ് ആണ്. ഇൻട്രസ്റ്റ് എന്തായാലും നമുക്ക് അഷുറാണ്. പ്രോഫിറ്റിലായാലും ലോസിലാണെന്നുണ്ടെങ്കിലും ഡിബഞ്ചേഴ്സ് വാങ്ങിയിട്ടുള്ളവർക്ക് എന്താണ്? ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഡെറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഗിൽറ്റ് എന്ന് പറയുന്നത് RBI ഇഷ്യൂ ചെയ്യുന്നതാണ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ്റിന് പകരമായിട്ട് നിന്നുകൊണ്ട് RBI ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേരാണ് ഗിൽറ്റ്. അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 1 വർഷം തൊട്ട് 20 ഇയേഴ്സ്, അതിൻ്റെ ഇടയിലായിരിക്കും അതിൻ്റെ പീരീഡ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഓഫ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻക്ലൂഡ് ബോണ്ട് ആൻഡ് മോർട്ട്ഗേജസ്. ബോണ്ടും മോർട്ട്ഗേജസ് ഒക്കെയാണ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് എക്സാമ്പിൾസ്. സോ ദീസ് ആർ അബൌട്ട് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. വേരിയസ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫോറിൻ മോർട്ട്ഗേജസ് മാർക്കറ്റ്, ഫിനാൻഷ്യൽ മോർട്ട്ഗേജസ് മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസ് മാർക്കറ്റ്, then foreign exchange market, commodity market and debt market. Okay.